ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആലക്കോടുള്ള ഒരു സ്ഥലമാണ്. ചെറുപുഴക്ക് അടുത്തുള്ള ഒരു വലിയൊരു മലയിലാണുള്ളത്. നമ്മൾ കുറെ കാലമായിട്ട് ആഗ്രഹമായിരുന്നു ഒരു ഓഫ് റോഡ് ഒരു റൈഡ്. നമ്മളെ കയ്യിൽ ഇന്ന് പജീറോ 4x4 പജീറോ ഉണ്ട്. നമ്മൾ ഇന്ന് ടാബോർ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5:30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നേരം ഇരുട്ടായതുകൊണ്ട് വീഡിയോ എടുത്തില്ല, കുറച്ച് ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം ക്യാച്ചർ ഈസി മീഡിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കണേണോ അപ്പൊ നമ്മളിന്ന് 3 പേരാണുള്ളത്. ആദിത്യനുണ്ട്, ഷൈൻദാസ് ഉണ്ട്, പിന്നെ ഞാനുണ്ട്. നമ്മൾ 3 പേര് കൂടിയാണ് പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഒരു അടിപൊളി വ്യൂ കണ്ടപ്പോൾ നിർത്തിയാണ്. അപ്പോൾ ഇവിടെ ഇതാണ് ഇതിന്റെ വ്യൂ. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. കുറച്ചും കൂടെ നമ്മൾ ഏകദേശം ഇപ്പോൾ 7 മണി ആയിട്ടേ ഉള്ളൂ. ഇതാണ് വ്യൂ, അടിപൊളി വ്യൂ ആണ്. ഇതാണ് വ്യൂ വരുന്നത്. ഇത് വണ്ടി ഇത് അവിടെ ഉണ്ട്. എന്നാൽ ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 2 കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ട്. ഇതാ വണ്ടി അവിടെ തിരിക്കാൻ പോയിട്ടുണ്ട്. നേരെ ഇവിടുന്ന് കയറൂല, അതുകൊണ്ട് തിരിക്കാൻ പോയിട്ടുണ്ട്. തിരിച്ചിട്ട് ഇതാ കയറണം. ഇവിടെയാണ് ബോർഡ് കണ്ടത്. ഈ കോൺക്രീറ്റ് റോഡ് കയറിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇതാ വണ്ടി തിരിക്കുന്നുണ്ട്. ഒന്ന് ചെറിയ സ്ഥലമാണ്, മേലോട്ടേക്ക് വീഡിയോസ് എല്ലാം കണ്ട് അടിപൊളിയാണ്. നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് അറിയാം. ഫസ്റ്റ് ഓഫ് റോഡാണ്, അതിൻ്റെ എക്സ്പീരിയൻസും എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഇല്ല, കുഴപ്പമില്ല, തുടക്കം കോൺക്രീറ്റ് ആയതുകൊണ്ട് വലിയ സീനില്ല, കയറിപ്പോവും. കുരിശുമലയിലേക്ക് ഇരുചക്ര വാഹനം കയറുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഇങ്ങോട്ടേക്ക് ടൂ വീലല്ല, ഇരുചക്ര വാഹനങ്ങൾ. പ്രദേശവാസികൾ റോഡ് മോശമാകുന്നതിന് അപകടം കൂടുന്ന സാഹചര്യം കണക്കിലെടുത്ത് നമുക്കിത് ഇങ്ങോട്ടാണ് വേണ്ടത്. എല്ലാടാ ബൈക്കടാ, കുത്തനെകളായിട്ടാണോ? തുടക്കത്ത് പിന്നെ കോൺക്രീറ്റ് ആണ് സീനില്ല അല്ലേ? കയറിപ്പോയിക്കോളൂ. ഓ സീന്, കുറവില്ല വണ്ടി. 4 വീലിൽ ഇട്ടിട്ടുള്ള ടാസ്ക് ആണ് കുറച്ച്, എന്നാലും കുഴപ്പമില്ല. ഇവിടുന്ന് മാറിക്ക്. ഇപ്പുറത്ത് മെല്ലെ. വണ്ടി ഇങ്ങനെ കയറി പോകുന്നുണ്ട്, നമ്മൾ പിന്നാലെ നടന്നു പോകുന്നുണ്ട്. വീഡിയോ എടുക്കേണ്ടിട്ട് ഇറങ്ങിയതാണ്. ഒരു ഫ്ലാറ്റ് സർഫസ് എത്തി. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം. അങ്ങനെ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. മീറ്ററെല്ലാം ഇളകി ആടുവാണ്. മരം അപ്പുറത്തേക്ക് കൂടി പിടിച്ചോ. ഇവിടെ വലിയൊരു കുഴി വരുന്നുണ്ടോ? ഇത് ഊരി വെക്കണോ? ഗ്ലാസ്സിന് അടിക്കൂലല്ലോ. അല്ല,
നടന്നു കയറാൻ തന്നെ ടാസ്കാ. ഒരു ബോർഡ് കാണുന്നുണ്ട്, താബോർ കുരിശുമല. അയ്യോ, കാലൊക്കെ തളർന്നുപോയി. വജീറോ സീനന്നെ, ഒരു രക്ഷയില്ല വജീറോ. അല്ല ഇപ്പുറം അത്യാവശ്യം കുത്തനെയുള്ള കയറ്റാണ്. ഓഫ് റോഡ് പക്ഷേ പജീറോ സ്ട്രഗിളൊന്നും ചെയ്യുന്നില്ല, കൂളായിട്ട് കയറി പോകുന്നുണ്ട്. വണ്ടി വെച്ച് കൊണ്ടുവന്നില്ല. നല്ല മണവല്ല, മറ്റേ പുല്ലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ഹബ്ബ് അടിച്ചിട്ടുണ്ടായിരുന്നു, അത് നോക്കുന്നുണ്ട്. കല്ലിന് എത്തിയ സ്ഥലം എത്തിയാ. ഇപ്പോഴും കണ്ടിന്യൂ ആണ്. അത്യാവശ്യം ടഫാണ്, അത്യാവശ്യം നല്ല ടഫ് എന്ന് വേണം പറയാം. നടന്നു കയറിയിട്ടുണ്ട്, കാലിന് ഉപ്പാണ് ലൈറ്റാണ്. ഇത് കറക്റ്റ് ഒരു വണ്ടി പോകാൻ സ്ഥലമുള്ളൂ അല്ലേ? കല്ല് പറയാ, അങ്ങനെയാണ് ഇതായിരുന്നു ആക്കിയത്. സൈലൻസർ വേറെ, മറ്റേ മോഹൻലാൽ വന്നിരുന്നൊരു സൈക്കിൾ ഇറക്കി കൊണ്ടുവന്നില്ലേ, കുത്തനെയുള്ള കയറ്റാണ്. മുറുക്കെ പിടിച്ചോ. ഈ സാധനം പിടിക്കണം മേല, അത് വണ്ടി പോയി. എടാ എത്തിയടാ, നമ്മളിതാ കുരിശുമല എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ സ്റ്റാച്ചു. പക്ഷെ സ്ട്രഗിളൊന്നും ചെയ്യില്ല, വണ്ടി സിമ്പിൾ തന്നെ കയറി വന്നില്ല കേട്ടോ. ഓ സീന്, അയ്യോ ഒരു മനുഷ്യല്ലാത്ത അടിപൊളി സ്ഥലോ. ഓ വരും വെയിൽ. അപ്പൊ ഇതാ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്റ്റാച്ചു. വ്യൂ പോയിന്റ് വരുന്നതാണ്. ഇത് ഡ്രോൺ ഉണ്ടെങ്കിൽ കറക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ട് വലിയ ഓക്കെയാണ്. ഇതാ ഇവിടെ ആരും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ആ സ്റ്റാച്ചു. ഇവിടെ അവിടെ നിന്ന് സ്റ്റാച്ചു വൃത്തി കിട്ടുമോ? അപ്പുറത്ത് കൂടി ഒന്ന് എടുത്തുതരാം. വണ്ടി ഇത് അവിടെ വെക്കുന്നുണ്ട്. വണ്ടീൻ്റെ ഹബ്ബ് തട്ടിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം നമുക്ക്. അതാ ഹബിന്റെ ഒരു പോർഷൻ കണ്ടോ, ചെറുങ്ങനെ തട്ടില്ല, സീനൊന്നുമില്ല. ഇവിടെ ഇരിക്കാൻ സെറ്റപ്പെല്ലാം ഉണ്ട് കേട്ടോ, പക്ഷെ ആളില്ലാന്നേ ഉള്ളൂ. സോളാറെല്ലാം ഉണ്ടല്ലേ, എന്നുണ്ടോ? അപ്പൊ ഇതാണ് ആ സ്റ്റാച്ചു. കുറെ ദൂരത്തെല്ലാം പോയി നോക്കി, പക്ഷെ മര്യാദയ്ക്ക് ആ സൂര്യന്റെ ഇതുള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. ഇതാ ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ,
ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് കൂട്ടിയിലൂടെയോ വന്നത്. ആ അങ്ങനെ ഇതാ അപ്പൊ ഇതാ അതിന് സമയം എത്ര 8 മണിയായിട്ടില്ല ആയില്ലോ എത്രയായി 9 മണി ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ലേ എടാ കുറച്ചുകൂടി വെളിച്ചുകൊണ്ട് റൈസ് ആയിരുന്നു എടുക്കുമ്പോ അപ്പൊ നമ്മളിത് തിരിച്ചിറങ്ങുകയാണ് മൈക്കൊക്കെ ഊരി വെച്ചിട്ടുണ്ട് പക്ഷെ വോയിസ് കുറച്ച് ഇതായിരിക്കും തിരിക്കുന്നുണ്ട് വണ്ടി അതാ ഇവിടുന്ന് ഓഫ് റോഡ് ട്രാക്ക് ഇറക്കുമെന്ന് പറയുമ്പോൾ ടാസ്ക്കാണ് ബാക്കോട്ട് നടക്കലാണ് അതിന് വലിയ ടാസ്ക് വണ്ടി ഇറക്കുന്ന ടാസ്ക്കാണ് വണ്ടി നമ്മൾ ബാക്കോട്ട് ഇറക്കലും ഇതാ വണ്ടി ഇറങ്ങിയിരുന്നുണ്ട് എടാ മോനെ നമ്മളിതാ തിരിച്ചിറങ്ങുവാണ്. ഏതോ ഇംഗ്ലീഷ് സിനിമയില് പുല്ലിൻ്റെ ഉള്ളിലോട്ട് വെറുതെ ഇങ്ങനെ തലോടി പോകുന്ന ഷോട്ട് ഉണ്ട്. അത് ഓർമ്മ അതിലുണ്ടല്ലേ ആ സീന് സത്യം. അത് ആദ്യത്തെ കേട്ടോ അടി എടാ ഇപ്പുറത്തെ സൈഡ് തന്നെ കൂട്ടിന്നല്ലേ അല്ലേ ഇപ്പുറത്തല്ലേ അല്ലേ അടി ഇപ്പുറത്തെ കൂട്ട് ഫുള്ള് എടാ ഇടിഞ്ഞു നോക്കണേടാ എടാ നീ ഒന്ന് കുറച്ച് കൊടുക്കും ഇപ്പറം കൂട്ടാൻ പറ ഇപ്പറോ അല്ല ഇപ്പറായിക്കോ അതിന് മെല്ലെ നീങ്ങ അപ്പുറം കറിക്കും മെല്ല ആ ബാബാ ആയി ഇപ്പറ ബാ ഇപ്പറ ഇറങ്ങി വരലാം മോനെ ടാസ്ക് കേരളല്ല നേരോ ഇവിടുന്ന് ഇങ്ങനെ എടുക്കണം ഇപ്പുറം കൂടി പിടി എടാ അടി തട്ടൂടാ നേരോ നീയാണ് മുന്നിന്ന് മാറിക്ക് മെല്ലെ ഇറക്കണം ഇപ്പുറം അടി ഇപ്പുറം ബാ ബാക്ക് വീല് പൊന്തുന്നുണ്ട് തോന്നുന്നുണ്ടോ ഗൈഡർ ഫ്രെയിമല്ലേ ഇവിടെ കുയ്യല്ലേ ഇവിടെ ടേണിങ് ഉണ്ട് ആടിത്തുള്ളി കളിച്ചിട്ട് പോന്നെ ഇപ്പുറത്ത് കൂട്ടിക്കാം അപ്പം ടഫ് അല്ലേ ഇത് പക്ഷേ ശരിക്കും
അതാ നീ നേരത്തെ തെറിപ്പിച്ചു വിട്ട കല്ല അത്. ഒന്ന് മേലെ എത്തിച്ച് ഇറക്കി തരും ഇരിക്കണം. ചേട്ടാ തിരിക്കാൻ പറ്റില്ല. വണ്ടി വരുന്നില്ല. ഏതാ ബൈക്കാ? ഏതോ ഒരു വണ്ടി കയറി വരുന്നുണ്ടോ? അയ്യോ പോവാ. അത് ബാക്കോട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ? ഇല്ല, വേണ്ട. ബാക്കെടുത്ത് കൊടുക്കുന്ന ടാസ്കാ അത്. 4 വീലർ ഡ്രൈവ് അല്ലേ? മറ്റേ ഒരു മരുഭൂമിയിൽ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഒരു പിന്നെ ലാൻഡ് ക്രൂസർ. ഇത് കട്ട് ചെയ്സല്ലേ? അങ്ങോട്ട് താഴെ പോവും, അങ്ങോട്ട് ഒതുക്കിയതാണല്ലോ. സ്വിഫ്റ്റ് പരിക്കട നിർത്തി കളഞ്ഞു. പിന്നെ കേരൂല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ ഇത് തിരിച്ചു പോകുമ്പോൾ വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് സൈൻ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും അടിച്ചു പിടിച്ചേക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.